ദുബായിൽ സ്വന്തമായി വില്ലയോ വീടോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ദുബായിൽ പ്രോപ്പർട്ടി മേഖലയിലെ പ്രമുഖരായ ELL പ്രോപ്പർട്ടീസിൻ്റെ സ്ഥാപകൻ സായി ശ്യാം സംസാരിക്കുന്നു. പ്രോപ്പർട്ടി ടോക്ക്. സായി, നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് ദുബായിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റുന്ന സമയമാണ്, പ്രൈസ് വൈസും മറ്റ് കാര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ? ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുബായിലെ പ്രൈസ് എല്ലാവരും ഇപ്പോൾ പൊതുവെ പറയുന്നുണ്ട് ഭയങ്കര കൂടി നിൽക്കുവാണ്, പ്രൈസ് കുറയും, കറക്ഷൻ വരും, ബബിളാണ്, പൊട്ടുന്നൊക്കെ പറയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഈസി ഫാക്ടർ ഇതാണ്. നമ്മൾ കൊച്ചിയിൽ ഇപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യം, പനമ്പള്ളി നഗർ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിൽ ഒരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിൽ 4 കോടി രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതായത് പെർ സ്ക്വയർ ഫീറ്റിന് 30,000 മുതൽ 50,000 രൂപ വരെ കൊച്ചിയിൽ വിലയുണ്ട്. ദുബായിൽ 20,000 രൂപയുള്ളൂ. അപ്പോൾ കൊച്ചിയാണോ ദുബായ് ആണോ നല്ലതെന്നുള്ളതിന് ആൻസർ നമുക്കറിയാം. അപ്പോൾ ദുബായിൽ 20,000 രൂപയും കൊച്ചിയിൽ 50,000 രൂപയാകുമ്പോൾ പ്രൈസ് ഇപ്പോഴും കുറവാണ്. പക്ഷേ ദുബായിലെ പ്രൈസ് ഒരു കഴിഞ്ഞ 5 വർഷമായിട്ട് കൂടി വരികയാണ്. ഇനിയും കൂടുകയേ ഉള്ളൂ. ദുബായ് സിംഗപ്പൂർ മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സിംഗപ്പൂർ ഒരു സ്ക്വയർ ഫീറ്റ് വാങ്ങണമെങ്കിൽ 1.5 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ വേണം. ദുബായിൽ 20,000 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കിട്ടും. അപ്പോൾ അത് സിംഗപ്പൂർ മോഡൽ ഫോളോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയും പ്രൈസ് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം, കുറയുമെന്ന് വിചാരിച്ചിട്ട്. ദുബായുടെ ഹിസ്റ്ററിയിൽ 2 തവണയാണ് പ്രോപ്പർട്ടി പ്രൈസ് കുറഞ്ഞിരിക്കുന്നത്. അത് കോവിഡ് സമയത്തും പിന്നെ 2008 ഗ്ലോബൽ പ്രൈസ് സമയത്തുമാണ്. അല്ലാതെ പ്രൈസ് കുറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കുറയും എന്ന് വിചാരിച്ചാൽ കുറയില്ല, കൂടുക തന്നെ ചെയ്യും. അപ്പോൾ കൊച്ചിയെക്കാട്ടും കൊച്ചിയിലെക്കാട്ടും വില കുറവായതുകൊണ്ട് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊരു റിയൽ എസ്റ്റേറ്റിലൊരു തമ്പ് റൂളുണ്ട്, ബൈ ആൻഡ് വെയിറ്റ് എന്നാണ് പറയുക. റിയൽ എസ്റ്റേറ്റ് വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഒരിക്കലും വാങ്ങാനും പറ്റില്ല. പ്രൈസ് കൂടുകയോ കുറയോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഈ കമ്പാരിസൺ വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, നമ്മൾ ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇതേ ഒരു സെനാരിയോ തന്നെയാണോ? ഇപ്പോൾ ഞാൻ കൊച്ചി എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ് കമ്പയർ ചെയ്തത്. ഇപ്പോൾ ഗുഡ്ഗാവ്, ഡൽഹി, മുംബൈ ആ ലൊക്കേഷനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് 10 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ എനിക്കറിയാം. പെർ സ്ക്വയർ ഫീറ്റ് 10 ലക്ഷം രൂപ, 110 കോടി രൂപയ്ക്ക് 200 കോടി രൂപയ്ക്കൊക്കെ ഗുഡ്ഗാവിൽ പ്രോപ്പർട്ടീസ് എല്ലാവുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബബിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് റെൻറ്റ് കിട്ടും. ഇപ്പോൾ റെൻ്റ് ഔട്ട് ചെയ്തെന്ന് വിചാരിക്കും, എന്ത് റെൻറ്റ് കിട്ടും. അപ്പം നമ്മളിവിടെ ഒരു 1.5 കോടി രൂപയുടെ പ്രോപ്പർട്ടി, 2 കോടി രൂപയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ ഇവിടെ താമസിക്കുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാവും, മിനിമം 5,000 ദിർഹംസ് ഇല്ലാതെ ദുബായിൽ ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല ദുബായിൽ എങ്ങും. അപ്പോൾ 5,000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിന് 26 രൂപ ഇപ്പോൾ ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് 25 കഴിഞ്ഞു ഒരു ദിർഹംസ് കൺവേർട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ 25 ഇൻറ്റു ആ ഒരു എമൗണ്ട് വരുമ്പോൾ 5,000 ദിർഹംസ് എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപ ഒരു മാസം റെൻറ്റ് കിട്ടുന്നുണ്ട്. അതായത് 1.5 കോടി രൂപ അല്ലെങ്കിൽ 2 കോടിയുടെ പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ ഏകദേശം ഒരു മാസം 1.5 ലക്ഷം രൂപ റെൻറ്റ് കിട്ടും. ഒരു വർഷം 13-14 ലക്ഷം രൂപ ഈസി ആയിട്ട് റെൻറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ റിട്ടേൺ വൈസ് ആണെങ്കിലും ദുബായ് പ്രൈസ് കുറവായതുകൊണ്ട് റിട്ടേൺസ് കൂടുതലാണ്. പിന്നെ ഇപ്പോൾ റെൻറ്റ് കൂടിക്കൂടി വരികയാണ്. ഓരോ വർഷവും ദുബായിലെ റെൻറ്റ് 10-20% കൂടുന്നുണ്ട്. ഷാർജയിൽ 5-10% കൂടുന്നുണ്ട്. അതുപോലെ അതർ എമിറേറ്റ്സും കൂടുന്നുണ്ട്. ഒരു വർഷം 5 ലക്ഷം ആളുകൾ ദുബായിലേക്ക് വരുന്നുണ്ട്. അതായത് റെസിഡൻസി കൺവേർഷൻ. ദുബായിൽ എമിറേറ്റ്സ് സൈഡിൽ കിട്ടുന്ന ആളുകൾ 5 ലക്ഷം പേരുണ്ട്. ഇവിടെ ഡെലിവർ ആകുന്ന അപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം 20,000 മുതൽ 30,000 വരെ ഉള്ളൂ. അപ്പോൾ ഡിമാൻഡ് ഉണ്ട്, കൊടുക്കാൻ സാധനം ഇല്ലാതാകുമ്പോൾ റെൻറ്റ് കൂടും, വാങ്ങുന്നവർക്ക് റിട്ടേൺസും കൂടുതൽ കിട്ടും, കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്. ഓക്കെ, താങ്ക് യു.